അച്ഛാ അമ്മ അച്ഛാ, ചേട്ടനെ എന്തിനാ നിങ്ങൾ ഇത്ര പേടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നുമില്ല. അച്ഛൻ്റെ ധൈര്യമൊക്കെ ഇത് എവിടെയാ ചോർന്നു പോയേ? ഞങ്ങളറിയാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഓള് സന്തോഷത്തോടെ പോയിട്ട്. അമ്മ അമ്മ അതൊക്കെ വിട്. ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഉണ്ടല്ലോ, നിങ്ങൾ സന്തോഷത്തോടെ അല്ലാതെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ സഞ്ജുവിനെ വിടാം. കരയില്ലേ, കരയില്ലേ? ഇന്നലെ രണ്ടാളും കൂടെ നിഷിമയുടെ കല്യാണം കൂടാൻ പോയായിരുന്നല്ലേ? റോഡിൽ വെച്ച് നടന്ന നാടകത്തെക്കുറിച്ചൊക്കെ ഓട്ടോക്കാരൻ പറഞ്ഞായിരുന്നു. അമ്മേ, ഇന്ന് ഏട്ടൻ്റെ ഓർമ്മ ദിവസമാണെന്നുള്ള കാര്യം അറിയോ? ഇതുവരെ മറന്നിട്ടില്ല, ഇനി മറക്കുമെന്നും തോന്നില്ല. എന്നാ പിന്നെന്താ ഇതൊക്കെ? ഇന്ന് മുതൽ ഏട്ടൻ്റെ എല്ലാ ഓർമ്മ ദിവസവും നമ്മളെല്ലാവരും വ്രതം അനുഷ്ഠിക്കും. വെള്ളം മാത്രം ഉപയോഗിക്കാം, സപ്ലിമെൻസും. തുടക്കത്തിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടേ ഉള്ളൂ. സ്വന്തം മകന് വേണ്ടിയിട്ടല്ലേ. ഞാനിത് നീലിമയ്ക്ക് കൊടുത്തിട്ട് വരാം. അമ്മേ, അറിയാതെ വേറെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അച്ഛന് വെള്ളം കൊടുക്കമ്മേ. ഇന്നത്തെ ദിവസം നമ്മൾ ഫോൺ ഉപയോഗിക്കണ്ട. എന്തോ പറയുന്നതൊക്കെ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. എന്താ ഇതൊക്കെ? ഇന്നത്തെ ദിവസം സംസാരിക്കാതിരിക്കൂ. ഏട്ടനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥനയിൽ കൊള്ളുന്നു. ഇവരൊക്കെ കിട്ടും. ബിനുമോൻ ആരെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അച്ഛനെയാണോ അമ്മയാണോ? എനിക്ക് അമ്മയെ ഇഷ്ടം. ശിബിമോൻ ആരെയാ ഇഷ്ടം? എനിക്ക് അച്ഛനെ അമ്മയെ ഇഷ്ടം. ശിബിമോൻ ഈ പാട്ടൊന്ന് പാടിയേ. തന്നന്നം താനന്നം താളത്തിലാടി. ഇനി മോൻ പാടിയേ. തന്നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി ഒന്നിച്ചു രണ്ടുമൻ പൈകിളികൾ ഒന്നാടാം കുഞ്ഞിന്റെ മനകൾ കാടിന്റെ കിങ്ങിണികൾ തന്നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരു ഞാലിലാടി ഒന്നിച്ചു രണ്ടുമൻ. ഇതിനകത്തിരുന്ന ബ്രെഡും പഴമൊക്കെ എവിടെ? അതൊക്കെ അവനടുത്ത് കളഞ്ഞു. ഈ ഒരു ദിവസത്തേക്ക് അച്ഛന് ഫോൺ നോക്കാതിരിക്കാൻ പറ്റില്ലേ? അച്ഛാ, അച്ഛാ ഫോൺ മാറ്റി വെക്ക്, നാളെ തരാം. ഇവിടുത്തെ കാര്യം നീയാണ് നോക്കണത്, ഞാനാ തീരുമാനിക്കുന്നത്. അച്ഛാ ഫോൺ എടുത്താ. അച്ഛാ
ഫോൺ എടുക്കാൻ. നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാലോ? എന്ത് കടിച്ചെന്ന് പറയും? പിന്നെയും വരണം. എവിടെ കടിക്കാനോ എന്തോ. സോറി അച്ഛാ. പിടിക്കരുത്, കടിക്കരുത്. പറ്റിപ്പോയ അച്ഛാ. സോറി അച്ഛാ. പറ്റിപ്പോയമ്മ. സോറി. അമ്മ എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു അമ്മ. പറ്റിപ്പോയ അച്ഛാ. സോറി അമ്മ. സോറി അച്ഛാ. സോറി അച്ഛാ. ഒക്കെ അവൻ്റെ അവനെയോ? ചുമ്മാ ഇരി മനുഷ്യ. അവന് നല്ല വിഷമമുണ്ട്. അവന്റെ കരച്ചിൽ കണ്ടില്ലേ? പാവം. എന്താ അവിടെ? വേറെ ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ സമയമായില്ലേ? പോവാം. പിന്നെ കാണാം. ശരി ഞങ്ങളെ. അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചത്? അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചതെന്ന്? പലതും സംസാരിക്കും. അത് നിന്റെ അടുത്ത് പറയണോ? നമ്മുടെ കുടുംബത്തിനകത്തുള്ള എന്തേലും കാര്യം അയാളോട് സംസാരിച്ചെന്നാണ് ചോദിച്ചത്. നീ ആരാണ് എന്നെ ചോദിക്കാൻ? നിന്റെ അമ്മ വീട്ടിലുള്ളതാണ് നിന്നെ കൊല്ലാതെ വിടുന്നത്. മനസ്സിലായ? അച്ഛനാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. മനസ്സിലായല്ലോ? എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതായിരുന്നു. അമ്മേ, അമ്മേ, നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ അമ്മേ? ഒരു ബ്ലഡ് അല്ലേ അമ്മേ? ഇപ്പൊ എന്താ ഉണ്ടായേ? ഈ മനുഷ്യനുണ്ടല്ലോ, നിങ്ങളുടെ ഈ കെട്ടിയവൻ, നമ്മുടെ കുടുംബത്തിനകത്തുള്ള സകല കാര്യങ്ങളും താഴത്തെ ആ സെക്യൂരിറ്റിയോട് വിളമ്പിയിരിക്കുന്നു. ഇതെന്ത് പറ്റിയ നിങ്ങൾക്ക്? ഇതൊക്കെ പുറത്ത് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ? എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളല്ലേ? ഏത് കുടുംബത്തിലാണ് നടക്കുന്നത്? നിങ്ങൾ ആ സെക്യൂരിറ്റിയോട് പറഞ്ഞോ ഇല്ലയോ? ഇനിയിപ്പോ ഇതൊക്കെ അവന് പറഞ്ഞിട്ട് അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി സുഖം അറിയും, സുഖം അറിഞ്ഞാൽ കെയർ ടേക്കർ അറിയും, കെയർ ടേക്കർ അറിഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ പ്രസിഡന്റ് അറിയും, പ്രസിഡന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഫാമിലി അറിയും. പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാ തുറന്ന് പറ. ആൾക്കാരെടുത്ത് പറഞ്ഞ അഹകരിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഇത്? പിന്നെന്തിനാ സെക്യൂരിറ്റി എന്റെ മുഖത്ത് നോക്കി ഒരു പ്രത്യേക തരം ചിരി ചിരിച്ചത്? നീ തന്നെ പോയി അയാളോട് ചോദിച്ചു നോക്ക്. അയാളെ മുഖത്തെ ചിരിയുടെ അർത്ഥം നോക്കലല്ല എന്റെ പണി. എന്ത് പണിയാ നിങ്ങൾ കാണിച്ചു വെച്ചത്? ആ രാമേട്ടാ, സാറേ, ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചില്ല. എന്നാ ഇങ്ങ് വായോ, ഇവിടുന്ന് കഴിക്കാം.
ആ ആരും കഴിച്ചിട്ടില്ല. ഓക്കെ, വെറൈറ്റി ഫുഡ് ഉണ്ട്. ഫീലുടെ മതി, പെട്ടെന്ന് തീരും. എനിക്കെൻ്റെ ഈ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുന്നത് ഇഷ്ടമല്ല. രാമേട്ടൻ ഇവിടെ കിടന്ന് പെടഞ്ഞ് മരിക്കട്ടെ. പിന്നെ അച്ഛൻ അയാളോട് പറഞ്ഞത് പുറത്താരും അറിയില്ലല്ലോ, അതോടെ തീരുമല്ലോ. ഞാൻ അയാളടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അതെനിക്ക് വിശ്വാസമല്ല. അങ്ങോട്ടിരുന്നേ. ആ അങ്കിളെ. ആ സാറേ, സാറിതൊന്ന് കാലിൽ പെരട്ടി നോക്ക്. മുറി കൂട്ടിയാ ബെസ്റ്റാ. അല്ലാണ്ട് ഇതിനൊക്കെ എന്തും പറഞ്ഞ ആശുപത്രി പോണേ. എന്നാ ആ ഫിഷ് മോളിയാ. ആ സാറേ, എനിക്ക് തോന്നുന്നു സാറിന്റെ കാലിൽ കടിച്ച തുറപ്പനാന്നാ. എലിശല്യം കൂടുതലാണ്. ഈ വേസ്റ്റൊക്കെ കുന്നുകൂടി കിടക്കുകയാണല്ലോ സാറ്. അതുകൊണ്ട് സാറിന് കാര്യം ചെയ്യും, രാത്രി നടക്കാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോണം, അല്ലേ കടി ഇനിയും കിട്ടും. തുറന്നപ്പോ കൈ തട്ടിയതാമേ. ഞാനിത് വൃത്തിയാക്കാം. അങ്കിളിരിക്കും, ഇനി ഇത് എടുക്കണ്ട. ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ട. ഫിഷ് മോളിലല്ലേ, മോളിൽ നിന്ന് എടുത്തോ, ഞാൻ കഴിച്ചോളാം.